ക്ലാസ്സിലേക്ക് സ്വാഗതം. സിലബസ് അടിസ്ഥാനത്തിലുള്ള അടുത്ത ക്ലാസ് 15ാമത്തെ ഡേ ആണ്. ഡേ 15 ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന ഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ സിലബസ് അറിയാം, സിലബസിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന ഭാഗം. ഓക്കെ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പേരുകൾ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കമ്പനി ബോർഡ് LGSന്റെയും വെബ്കോ LDCയുടെയും സെയിം സിലബസ് ആണ് വരുന്നത്. അതിന്റെ PDF നോട്ട്സ്, അതായത് ഈ ക്ലാസ്സിന്റെ തന്നെ PDF നോട്ട് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പേയ്മെന്റ് കൊടുത്ത് ചെയ്യാവുന്നതാണ്. ഇതിന് കൂടുതൽ വിവരങ്ങൾക്ക് 9496822117 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, 70+ എക്സാം ഉണ്ടാവും, PDF നോട്ട്സ് ഉണ്ടാവും, CA നോട്ട്സ് ഉണ്ടാവും, ക്ലാസ് ഉണ്ട്. ഇത് ഉൾപ്പെടുന്നതാണ് എന്ന് പറയുന്നത് നമ്മുടെ പെയ്ഡ് നോട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് പോവാം. ആദ്യമായിട്ട് നോക്കേണ്ടതോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് അല്ലെങ്കിൽ വ്യക്തി അല്ലെങ്കിൽ സംഘടന ബ്രഹ്മ സമാജം സ്ഥാപിച്ച വർഷം 1828. ബ്രഹ്മ സമാജം സ്ഥാപിച്ച വർഷം 1828. സ്ഥാപകൻ ആര് എന്ന് ചോദിച്ചാൽ രാജാ റാം മോഹൻ റോയ്, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന രാജാ റാം മോഹൻ റോയ് ആണ് ബ്രഹ്മ സമാജം സ്ഥാപിക്കുന്നത്. ഹിന്ദു മതത്തിലെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും തുടച്ചു നീക്കണമെന്ന ആഗ്രഹത്തോടു കൂടി സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ബ്രഹ്മസമാജം എന്ന് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചോളാം. ഹിന്ദു മതത്തിലെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും തുടച്ചു നീക്കണമെന്ന ആഗ്രഹത്തോടു കൂടി സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ബ്രഹ്മസമാജം. സ്ഥാപിച്ചത് എവിടെയെന്ന് വെച്ചാൽ കൊൽക്കത്തയിലാണ്. സ്ഥാപിച്ച ഡേറ്റ് 1828 ഓഗസ്റ്റ് 20 എന്ന് ഓർത്തുക. ഓഗസ്റ്റ് 20. ആദ്യകാലത്തിൽ അറിയപ്പെട്ടിരുന്ന പേര് ബ്രഹ്മസഭ എന്നാണ്. അത് പിന്നീട് എന്തായിട്ട് മാറുന്നു? ബ്രഹ്മസമാജമായിട്ട് മാറുന്നു. ബ്രഹ്മസമാജമായിട്ട് പുനർനാമകരണം ചെയ്തത് 1830-ലാണ്. ബ്രഹ്മസമാജം 1866 രണ്ടായിട്ട് തിരിയുന്നുണ്ട്. ആദി ബ്രഹ്മസമാജവും ഭാരതീയ ബ്രഹ്മസമാജവും. സതി ഒരു ആചാരമായിരുന്നു. നിർത്തലാക്കുന്നതിൽ ബ്രഹ്മസമാജം കാര്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. കൂടാതെ വിധവാ പുനർവിവാഹം, ബാലവിവാഹ നിരോധനം എന്നിവയ്ക്ക് വേണ്ടി ശക്തമായി വാദിക്കുകയും ചെയ്ത സംഘടനയാണ് ബ്രഹ്മസമാജം എന്ന് ഓർത്തുവയ്ക്കുക. ആദി ബ്രഹ്മസമാജവും ഭാരതീയ ബ്രഹ്മസമാജം എന്ന് പറഞ്ഞ് രണ്ടായിട്ട് തിരിയുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ദേവേന്ദ്രനാഥ് ടാഗോർ. ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് കേശവ ചന്ദ്രസെൻ. മറന്നുപോരുത്, ചോദിച്ച ചോദ്യങ്ങളാണെന്ന് ഓർക്കുക. സാധാരണ ബ്രഹ്മസമാജം 1878 നേതൃത്വം നൽകിയത് ആനന്ദ മോഹൻ ബോസും ശിവനാരായൺ ശാസ്ത്രിയാണ്. കേരളത്തിൽ ബ്രഹ്മസമാജത്തിന്റെ പ്രചാരത്തിന് നേതൃത്വം നൽകിയത് അയ്യത്താൻ ഗോപാലൻ. ചോദിച്ചിട്ടുള്ളതാണ്. കേരളത്തിൽ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് അയ്യത്താൻ ഗോപാലനാണ്. 1898 കേരളത്തിലെ കോഴിക്കോടിനടുത്ത് ഒരു കോഴിക്കോട് ശാഖ സ്ഥാപിക്കുന്നു അയ്യത്താൻ ഗോപാലൻ. 1924 ആലപ്പുഴയിലും ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നുണ്ട്. വേറെയും ബ്രഹ്മസമാജങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. വർഷങ്ങൾ കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ട് അതിനെ ഉൾപ്പെടുത്തുന്നില്ല. 1924 ആലപ്പുഴയിൽ ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നുണ്ട്. ബ്രഹ്മസമാജ വാർഷിക സമ്മേളനത്തിൽ വെച്ച് രവീന്ദ്രനാഥ് ടാഗോർ അയ്യത്താൻ ഗോപാലിനെ കേരളത്തിന്റെ രാജാ റാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചു. അപ്പൊ കേരളത്തിന്റെ രാജാ റാം മോഹൻ റോയ് എന്ന് അയ്യത്താൻ ഗോപാലിനെ വിശേഷിപ്പിച്ചതാണെന്ന് വെച്ചാൽ രവീന്ദ്രനാഥ് ടാഗോർ. ഓക്കെ, രവീന്ദ്രനാഥ് ടാഗോർ. സുഗുണവർത്തിനി എന്ന പ്രസ്ഥാനം കേരളത്തിൽ സ്ഥാപിച്ചത് ആരെന്ന് വെച്ചാൽ 1900 അയ്യത്താൻ ഗോപാലിന്റെ ഭാര്യയായ കല്യാട്ട് കൗസല്യ ചേർന്നാണ് സുഗുണവർത്തിനി എന്ന പ്രസ്ഥാനം കേരളത്തിൽ സ്ഥാപിക്കുന്നത്. വർഷം 1900 അടുത്ത നമ്മൾ നോക്കുന്ന സെക്ടന തത്വബോധിനി സഭ. 1839 തത്വബോധിനി സഭ. ഈ തത്വവർജിനി സഭയുടെ സ്ഥാപകനാണ് ദേവേന്ദ്രനാഥ് ടാഗോർ. ഓക്കെ, അപ്പൊ തത്വബോധിനി സഭ പിന്നീട് രൂപീകരിച്ചതാണ്. എന്നാൽ ആദ്യം വന്നത് അദ്ദേഹത്തെ പേര് തത്വവർജിനി സഭ എന്നാകുന്നു. തത്വവർജിനി സഭയാണ് പിൽക്കാലത്ത് എന്തായി മാറിയത്? തത്വബോധിനി സഭയായിട്ട് മാറി. തത്വബോധിനി സഭ സ്ഥാപിതമായ വർഷം ചോദിക്കാൻ 1839 ഒക്ടോബർ 6 തത്വബോധിനി സഭ ബ്രഹ്മസമാജത്തിൽ ലയിച്ച വർഷം 1859. ബ്രഹ്മസമാജത്തിൽ ലയിക്കുന്നുണ്ടോ
വർഷം 1859 എന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പൊ ഈ കാണുന്ന ദേവേന്ദ്രനാഥ് ടാഗോർ എന്നല്ല. അടുത്ത പ്രാർത്ഥനാ സമാജം 1867 സ്ഥാപിച്ചതാണ്. പ്രാർത്ഥനാ സമാജം പലതവണ പേസ് ചോദിച്ച ചോദ്യമാണ്. പ്രാർത്ഥനാ സമാജത്തിന്റെ സ്ഥാപകൻ ഡോക്ടർ ആത്മറാം പാണ്ഡുരംഗ്. സ്ഥാപിതമായ വർഷം 1867. പ്രാർത്ഥനാ സമാജത്തിന് അംഗമായിരുന്ന പ്രധാന നേതാക്കൾ രാമകൃഷ്ണ ഭണ്ഡാർക്കർ, മഹാദേവ് ഗോവിന്ദ റാനഡെ, എം.ജി. റാനഡെ ഒക്കെ ഓർത്തേക്ക്. പ്രാർത്ഥനാ സമാജത്തിന് അംഗമായിരുന്ന പ്രധാന നേതാക്കളാണ് രാമകൃഷ്ണ ഭണ്ഡാർക്കറും മഹാദേവ ഗോവിന്ദ റാനഡെ. പ്രാർത്ഥനാ സമാജം അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ്? പ്രയർ സൊസൈറ്റി. എന്ത് സൊസൈറ്റി? പ്രയർ സൊസൈറ്റി. ഓക്കെ, അടുത്ത വേദ സമാജം 1864 സ്ഥാപിച്ച സംഘടനയാണ് വേദസമാജം. വേദസമാജം രൂപീകരിച്ച വർഷം 1864. വേദസമാജം സ്ഥാപിതമായ നഗരം മദ്രാസ്, തമിഴ്നാട്ടിലെ മദ്രാസ്. വേദസമാജത്തിന്റെ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പ്രധാന നേതാക്കൾ ശ്രീധരലു നായിഡു, കേശവചന്ദ്രസൻ. ആരൊക്കെയാണ്? ശ്രീധരലു നായിഡു, കേശവചന്ദ്രസെന്നുമാണ് ഇതിന് വേദ സമാജത്തിന്റെ രൂപീകരണത്തിന് പ്രധാന പങ്ക് വഹിച്ചത്. ഓക്കെ, അടുത്ത പൂന സാർവജനിക് സഭ 1870 ആരാ സ്ഥാപിച്ചത്? മഹാദേവ ഗോവിന്ദ റാനഡെ. പൂനെ സാർവജനിക് സഭ സ്ഥാപിച്ച വർഷം 1870 ഏപ്രിൽ 2. പൂർണ്ണ സാർവജനിക് സഭയിൽ അംഗമായിരുന്ന ദേശീയ നേതാവാണ് ബാലഗംഗാധര തിലക്. പൂന സാർവജനിക് സഭയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് മീര പവഗി. ഒരു റാങ്ക് മേക്കിംഗ് ചോദ്യമാണ്, ഓർത്തു വെച്ചോളൂ കേട്ടോ. മീര പവഗി. പൂന സാർവജനിക് സഭയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരെന്ന് വെച്ചാൽ മീര പവഗി ആണെന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത ദേവസമാജ് 1887 സ്ഥാപിച്ചാണ് ദേവസമാജ്. ദേവസമാജ് സ്ഥാപിതമായ വർഷം 1887. സ്ഥാപിച്ചത് പണ്ഡിറ്റ് ശിവനാരായൺ അഗ്നിഹോത്രി. കൃത്യമായ പേര് ഓർത്തുവയ്ക്കുക, പണ്ഡിറ്റ് ശിവനാരായൺ അഗ്നിഹോത്രി. ദേവസമാജത്തിന്റെ മതപരമായ പുസ്തകമാണ് ദേവശാസ്ത്രം. ദേവസമാജത്തിന്റെ ഉപദേശങ്ങൾ അറിയപ്പെടുന്നത് ദേവധർമ്മ എന്നാണ്. സത്യശോധക് സമാജ് നോക്കാം. 1873 സ്ഥാപിച്ചതാണ് സത്യശോധക് സമാജ്. സത്യശോധക് സമാജിന്റെ സ്ഥാപകൻ ജ്യോതിറാവ് ഫുലെ. സത്യശോധക് സമാജ് സ്ഥാപിതമായ വർഷം 1873. സത്യശോധക് സമാജം കോൺഗ്രസ് പാർട്ടിയിൽ ലയിച്ച വർഷം 1930. ഗോവിന്ദറാവ് ഫുലെ എന്നറിയപ്പെടുന്ന ജ്യോതിറാവ് ഫുലെയുടെ പ്രസിദ്ധമായ പുസ്തകമാണ് ഗുലാംഗിരി. ഓക്കെ, ഗോവിന്ദറാവ് ഫുലെ എന്നറിയപ്പെടുന്ന ജ്യോതിറാവ് ഫുലെയുടെ പ്രസിദ്ധമായ പുസ്തകമാണ് ഫുലാംഗിരി എന്ന് ഓർത്തിക്കുക, ഫുലാംഗിരി. ഓക്കെ, അടുത്ത് അലിഗഡ് സൊസൈറ്റി. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. അലിഗഡ് സൊസൈറ്റി ആരംഭിച്ചതാരെന്ന് വെച്ചാൽ സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഏത് വർഷം? 1875. സർ സയ്യിദ് അഹമ്മദ് ഖാൻ അലിഗഡ് മുഹമ്മദ് ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ച വർഷം 1877. സ്ഥിരമായിട്ട് ചോദിച്ച ചോദ്യമാണ്. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ച വർഷം 1877. ആര് സ്ഥാപിച്ചു? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് അലിഗഡ് മുസ്ലിം സർവകലാശാലയായി മാറിയ വർഷം 1920. അലിഗഡ് മുസ്ലിം സർവകലാശാല ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഉത്തർപ്രദേശ് ആണെന്ന് പ്രത്യേകം. അടുത്ത തിയോസഫിക്കൽ സൊസൈറ്റി. PSCക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗമാണ് തിയോസഫിക്കൽ സൊസൈറ്റി. തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിതമായ വർഷം 1875. തിയോസഫിക്കൽ സൊസൈറ്റി രൂപം കൊണ്ടത് ന്യൂയോർക്ക് ആണെന്ന് ഓർത്തുക. ആരാ സ്ഥാപിച്ചത്? ബ്ലാവസ്കി ഹെൻറി ഓൾക്കോട്ടും. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകർ ബ്ലാവസ്കി ഹെൻറി ഓൾക്കോട്ടും ആണെന്ന് ഓർത്തുക. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഇന്ത്യയിലെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന അടയാർ, ചെന്നൈയിലാണ്. അടയാറിൽ സ്ഥാപിതമായ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രധാന നേതാവ് ആനി ബെസന്റ്. ANC പ്രസിഡന്റായ ആദ്യ വനിത ആനി ബെസന്റ് 1917 ANC പ്രസിഡന്റ് ആകുന്നത് എന്നോർത്ത് വയ്ക്കാം. തിയോസഫിക്കൽ സൊസൈറ്റി മലബാറിൽ സ്ഥാപിച്ച വ്യക്തി മഞ്ചേരി രാമയ്യർ. ആനി ബെസന്റ് തിയോസഫിക്കൽ സൊസൈറ്റിയിൽ അംഗമായ വർഷം 1889 മെയ് 21. ഈ മെയ് 21 എന്താണ് ഡേറ്റ് പ്രത്യേകത? ഭീകരവാദ വിരുദ്ധ ദിനം എന്നറിയപ്പെടുന്ന മെയ് 21 ഓർത്തു വയ്ക്കാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ആര്യ സമാജം സ്ഥാപിച്ച വർഷം 1875.
ആര്യ സമാജ സ്ഥാപിത വർഷം 1875. സ്ഥാപകൻ ആര് എന്ന് ചോദിച്ചാൽ സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ആര്യ സമാജത്തിന്റെ ആപ്തവാക്യമാണ് ഹൈന്ദവ നവീകരണത്തിലൂടെ ലോകത്തെ മഹത്തരമാക്കുക. ആര്യ സമാജത്തിന്റെ ആപ്തവാക്യം ഹൈന്ദവ നവീകരണത്തിലൂടെ ലോകത്തെ മഹത്തരമാക്കുക എന്നാണ് കേട്ടോ. അപ്പോ ആര്യ സമാജത്തിന്റെ ആദ്യ യൂണിറ്റ് സ്ഥാപനമായത് ബോംബെയിലാണ്. 10 തത്വങ്ങൾ ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആര്യ സമാജം. സ്റ്റേറ്റ്മെന്റ് രീതി ചോദിക്കാം. ആര്യ സമാജത്തിന്റെ ആദ്യ യൂണിറ്റ് സ്ഥാപിതമായത് ബോംബെ. 10 തത്വങ്ങൾ ആര്യ സമാജവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് സ്വാമി ദയാനന്ദ സരസ്വതി. എന്നാൽ ആര്യ സമാജത്തിന്റെ ആപ്തവാക്യം ഹൈന്ദവ നവീകരണത്തിലൂടെ ലോകത്തെ മഹത്തരമാക്കുക. ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇതിൽ പെടാത്തത് ഏതെന്ന് ചോദിക്കാം. ഞാൻ എല്ലാം പെടുന്നതാ പറഞ്ഞത്. പെടാത്തത് ഒരു പോയിന്റ് കൂടെ എക്സ്ട്രാ ചേർത്താൽ മതി. അതിനകത്ത് പെടാത്തത് ഏത് എന്നൊരു ചോദ്യം വരാം കേട്ടോ. അപ്പൊ വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അങ്ങനെയാണെങ്കിൽ തിരുവിതാംകൂറുകാർക്ക് എന്ന് പറഞ്ഞു തരാണ്ടേ നിങ്ങൾ കമന്റ് ചെയ്തോളൂ. തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് ആര് എന്ന് വേണമെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യൂ. ഞാൻ വേണമെങ്കിൽ ക്ലൂ പറയാം. തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. നിങ്ങൾ കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അടുത്ത് ബോംബെ കത്തിയവാർ ആസ്ഥാനമായി ആര്യ സമാജം സ്ഥാപിച്ചത് 1875 ഏപ്രിൽ 10 വിഗ്രഹ ആരാധന, ശൈശവ വിവാഹം എന്നിവയെ എതിർത്ത സംഘടനയാണ് ആര്യ സമാജം. അടുത്ത് നമുക്ക് നോക്കേണ്ടത് മദ്രാസ് മഹാജന സഭയാണ്. 1884 സ്ഥാപിക്കുന്നത്. മദ്രാസ് പ്രവിശ്യയുമായി ബന്ധപ്പെട്ട ദേശീയ സംഘടനയാണ് മദ്രാസ് മഹാജനസഭ. മദ്രാസ് മഹാജന സ്ഥാപിതമായ വർഷം 1884. മദ്രാസ് മഹാജനസഭ എന്ന സംഘടന രൂപം നൽകിയത് എം വീരരാഘവാചാര്യർ. മദ്രാസ് മഹാജനസഭയുടെ മറ്റ് സ്ഥാപക നേതാക്കളാണ് ജി സുബ്രഹ്മണ്യയ്യർ, പി അനന്തചാർലു, എസ് രാമസ്വാമി മുതലിയാർ. മദ്രാസ് മഹാജനസഭയുടെ ആദ്യ പ്രസിഡന്റ് പി രംഗയ്യ നായിഡു. മദ്രാസ് മഹാജനസഭയുടെ ആദ്യ സെക്രട്ടറി ആർ ബാലാജി റാവു എന്ന് കൂടി ഓർത്തുവയ്ക്കുക. അടുത്ത നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടന രാമകൃഷ്ണ മിഷൻ. 1897 സ്ഥാപിതമായ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദൻ. വിവേകാനന്ദന്റെ ജന്മദിനമായ ജനുവരി 12 യുവജന ദിനമായി ആചരിക്കുന്നത് ഓർത്തുവയ്ക്കുക. രാമകൃഷ്ണ മിഷന്റെ ആസ്ഥാന സ്ഥിതി ബേലൂർ കൊൽക്കത്തയാണെന്ന് ഓർത്തിരിക്കുക. രാമകൃഷ്ണ മിഷന്റെ ആപ്തവാക്യമാണ് ആത്മാനോ മോക്ഷാർത്ഥം ജഗത് ഹിതായത. ഓർത്തിരിക്കുക, ആത്മാനോ മോക്ഷാർത്ഥം ജഗത് ഹിതായത. രാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗമാണ് ശാരദാ മഠം. സ്വാമി വിവേകാനന്ദന്റെ ഗുരു ശ്രീരാമകൃഷ്ണ പരമഹംസൻ എന്ന് ഓർത്തുവയ്ക്കുക. സ്ഥിരമായിട്ട് ചോദിച്ച ചോദ്യം. ദക്ഷിണേശ്വരത്തെ സന്യാസി എന്നറിയപ്പെടുന്നത് ശ്രീരാമകൃഷ്ണ പരമഹംസ സ്വാമികളാണെന്ന് ഓർത്തുവയ്ക്കുക. അടുത്ത് നോക്കേണ്ടത് ഹിതകാരണി സമാജം. 1906 സ്ഥാപിച്ച സംഘടനയാണ് ഹിതകാരണി സമാജം. സ്ഥാപിതമായ വർഷം 1906 സ്ഥാപിച്ച വ്യക്തി വീരേശലിംഗ പന്തലു. വീരേശലിംഗ പന്തലു ഹിതകാരണി സമാജം സ്ഥാപിച്ചത് എവിടെയെന്ന് വെച്ചാൽ ആന്ധ്രാപ്രദേശിലാണ്. ഈ വീരേശലിംഗ പന്തലു സ്ഥാപിച്ച മാസികയാണ് വിവേക വർത്തിനി എന്നുകൂടി ഓർത്തുക. അടുത്ത് നോക്കേണ്ടത് ഹിന്ദു മഹാസഭ. 1907 സ്ഥാപിച്ച സംഘടനയാണ് ഹിന്ദു മഹാസഭ. ഇന്ത്യ ഒട്ടാകെ ഹിന്ദു മഹാസഭയുടെ പ്രവർത്തനം വ്യാപിച്ച വർഷം 1915. 1915 ആര് തിരിച്ചു വരുന്നത്? ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വരുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. ഹിന്ദു മഹാസഭയുടെ സ്ഥാപകനാണ് മദൻ മോഹൻ മാളവ്യ. ആദ്യത്തെ ഹിന്ദു മഹാസമ്മേളനം സംഘടിപ്പിച്ചത് ഹരിദ്വാറിലാണ്. 1915 കൂടി ഓർത്തിക്കുക. അടുത്ത ഭാരതീയ വിദ്യാഭവൻ. നിങ്ങൾ സ്ഥിരം കേൾക്കുന്നതാണ്, സ്കൂൾ പാഠപുസ്തകത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഭാരതീയ വിദ്യാഭവൻ 1938 സ്ഥാപിക്കുന്നത്. ഭാരതീയ വിദ്യാഭവൻ ഒരു ഇന്ത്യൻ വിദ്യാഭ്യാസ ട്രസ്റ്റ് ആണ്. സ്ഥാപിച്ച വ്യക്തി കെ എം മുൻഷി. ഗാന്ധിജിയുടെ സഹായത്തോടെയാണ് ഇദ്ദേഹം കെ എം മുൻഷി ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിക്കുന്നത്. ഭാരതീയ വിദ്യാഭവൻ ആരംഭിച്ചത് എവിടെയെന്ന് വെച്ചാൽ 1938 മുംബൈയിലാണ്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യം ഭൂദാന പ്രസ്ഥാനം. 1951. ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ച വ്യക്തി ആചാര്യ വിനോബ ഭാവെ. 1951 ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ചത് തെലങ്കാനയിലെ പോച്ചമ്പള്ളി. അന്ന് തെലങ്കാന ഇല്ലായിരുന്നു, അന്ന് എന്തായിരുന്നു? ആന്ധ്രാപ്രദേശ് ആയിരുന്നു. എന്നാൽ ഇപ്പൊ പഠിക്കേണ്ടത് തെലങ്കാനയിലെ പോച്ചമ്പള്ളി എന്ന് പഠിക്കണം. തെലങ്കാനയിലെ പോച്ചമ്പള്ളി. ഭൂദാന പ്രസ്ഥാനത്തിന് വേണ്ടി ആദ്യമായി മുൻകൈയെടുത്തതും
ആദ്യത്തെ ദാതാവുമായ വ്യക്തിയാണ് രാമചന്ദ്ര റെഡ്ഡി. ഓർത്ത് വെച്ച് പഠിക്കുക, രാമചന്ദ്ര റെഡ്ഡി. എന്താണ്? ഭൂദാൻ പ്രസ്ഥാനത്തിന് വേണ്ടി ആദ്യമായി മുൻകൈയെടുത്തതും ആദ്യമായി ദാതാവുമായ വ്യക്തിയാണ് രാമചന്ദ്ര റെഡ്ഡി എന്നുകൂടി ഓർത്തേക്ക്. അടുത്ത് നോക്കേണ്ടത് ജമീന്ദാരി അസോസിയേഷൻ. ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ സംഘടനയാണ് ജമീന്ദാരി അസോസിയേഷൻ. സ്ഥാപിച്ച വർഷം 1838. ജമീന്ദാരി അസോസിയേഷൻ നിലവിൽ വന്നത് എവിടെയെന്ന് വെച്ചാൽ കൊൽക്കത്തയിലാണ്. ജമീന്ദാരി അസോസിയേഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേര് ലാൻഡ് ഹോൾഡേഴ്സ് സൊസൈറ്റി. ലാൻഡ് ഹോൾഡേഴ്സ് സൊസൈറ്റിക്ക് നേതൃത്വം നൽകിയത് പ്രധാന നേതാവാണ് ദ്വാരകാനാഥ് ടാഗോർ. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നോക്കിയിട്ടുണ്ട്. ഇതിൽ പറയുന്ന വ്യക്തികളെ നമുക്ക് പഠിക്കണം. അത് പ്രത്യേകമായിട്ട് ഓരോ വ്യക്തികൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പഠിച്ചു പോവാം. ഇതിന്റെ കൂട്ടത്തിൽ പഠിച്ച വളരെ പെട്ടെന്ന് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇതിന്റെ കൂട്ടത്തിൽ ചേർക്കാത്തത്. അപ്പൊ നമുക്ക് ഓരോ വ്യക്തികളും, വിവേകാനന്ദനായിരുന്നാലും നമ്മുടെ മദൻ മോഹൻ മാളവ്യ ആയിരുന്നാലും അങ്ങനെ എല്ലാ വ്യക്തികളെയും, പ്രധാനപ്പെട്ട വ്യക്തികളെയും, ഇതിന്റെ സ്ഥാപകരായ എല്ലാ വ്യക്തികളെയും ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിച്ചു പോകേണ്ടതുണ്ട്. എക്സാമിന് അതിൽ നിന്നൊരു ഭാഗം ഉണ്ടാവും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.